ഹലോ, വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റൈഫിൾ ക്ലബ്ബ് എന്ന ആഷിഖ് അബുവിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ്. ആഷിഖ് അബുവിൻ്റെ ഇതിനു മുന്നുള്ള 2-3 ചിത്രങ്ങൾ പരാജയപ്പെട്ടു. ആഷിഖ് അബുവിനൊന്നും സംഭവിച്ചിട്ടില്ല. ശക്തമായ തിരിച്ചുവരവാണ് റൈഫിൾ ക്ലബ്ബിലൂടെ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു നായകനോ നായികയോ, ഇതൊരു കൂട്ടായ വർക്ക് എന്നുവെച്ചാൽ നമുക്ക് ഇന്ന നായകൻ മമ്മൂട്ടി പടം, മോഹൻലാൽ പടം, പൃഥ്വിരാജ് പടം എന്നൊന്നും പറയാനില്ല. ഒരു കൂട്ടായ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിയിട്ടുള്ള പടം. പിന്നെ ഇതിനെപ്പറ്റി പറയേണ്ടത് ഛായാഗ്രഹണവും നമ്മുടെ ആഷിഖ് അബുവാണ് നിർവഹിച്ചിരിക്കുന്നത്. ദിലീഷ് പോത്തൻ്റെ അഭിനയം സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അഭിനയമാണ്. പിന്നെ നമ്മുടെ പഴയ നമ്മുടെ വാണി വിശ്വനാഥ് തിരിച്ചു വന്നിട്ടുണ്ട്. വളരെ നല്ല പെർഫോമൻസ്. അവരുടെ പെർഫോമൻസിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യം. പിന്നെ ഇതിനെ എടുത്തു പറയുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഓരോ സീനിലും അതിന് വേണ്ട രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടും എന്ന് പറഞ്ഞാൽ ഒരു മുഷിപ്പും. നമ്മൾ സാധാരണ ഒരു പടം കണ്ടാൽ 1 മിനിറ്റ് വരെ ലാഗ് ഇല്ലാത്ത ഒരു ഫിലിമാണ്. വളരെ നല്ല അഭിനയമാണ്. സുരഭി, വിജയരാഘവനുണ്ട് കേട്ടോ. വിജയരാഘവൻ കസാരയിൽ നിന്ന് എനിക്കാത്ത ഒരു കഥാപാത്രമാണ്. പക്ഷേ ഡയലോഗിൽ ഒന്നേ മികച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ ഇതിലുള്ള നടന്മാരുടെ പേര് മുഴുവനായിട്ട് എനിക്കറിയില്ല. എങ്കിലും അവരെല്ലാവരും ഒന്നിനൊന്നും മെച്ചമായി നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തീർത്തും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു അത്യുഗ്രം പടം തന്നെയാണിത്. കാരണം നമ്മൾ പറയും ഒരു വെടിപ്പടം അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടം കണ്ടാൽ ഫാമിലിയായിട്ട് കാണാൻ പോകാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. ഇത് ചെയ്യേണ്ടവർ ആക്ഷൻ പടം ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആ പടം എല്ലാവർക്കും, ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും, യുവാക്കൾക്കും എല്ലാവർക്കും ഒരേമാതിരി ആയിരിക്കും. തിയേറ്റർ പൂരപ്പുറമ്പ് മാതിരിയാണ് പോകുന്നത്. അത്രയും നല്ല പടമാണ്. നിങ്ങൾ സാധാരണഗതിയിൽ ഒരു വലിയ ഒരു ബുദ്ധിജീവിയൊന്നുമല്ല, ഒരു സാധാരണ പടം കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്തിരിക്കും ഈ പടം കണ്ടാൽ. അത്രയും നല്ല ഒരു പടമാണ്. ആഷിഖ് അബുവിൻ്റെ കാലമാണ്. ആഷിഖ് അബു തിരിച്ചു വന്നിരിക്കുകയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്യാമറയൊക്കെ ചലിപ്പിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ആ ജാതിയാണ് ആഷിഖ് അബു ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം വിജയരാഘവൻ കസാരയിൽ ഇരുന്നിട്ട് വേറെ സുരഭിയാണ് ഒരു പെണ്ണായിട്ട് ഒരു ഡയലോഗുണ്ട്. സുരഭിയാന്ന് തോന്നുന്നുണ്ട്. ഒരു വെടിയിറച്ചി കൊണ്ടുവന്നിട്ട് കണ്ണിൽ നോക്കിയിരുന്നിട്ടുള്ള രംഗങ്ങളൊക്കെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് പറയേണ്ട ഗുണമാണ്. അതുമാതിരി ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഭയങ്കരമായിട്ട് മ്യൂസിക് ഡയറക്ടർ കാലാക്കിയിട്ടുണ്ട്. കലക്കാൻ പടം. നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് ഒരു പൈസയും നഷ്ടം വരില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഞാനിന്ന് കണ്ടതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായും കാണാൻ പറ്റിയ ഒരു പടമാണ്. ഓക്കെ, ഇനിയും അടുത്ത പടത്തിൻ്റെ നല്ല പടം ഉണ്ടെങ്കിൽ മാത്രമേ റിവ്യൂ പറയുള്ളൂ. എനിക്ക് ജനങ്ങളെ ചതിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ കയ്യിലുള്ള കാശ് ഒരു 100-150 രൂപയ്ക്കൊക്കെ ഒരു പടം ഒരു ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ 1000-1500 രൂപ വേണം. കണ്ടൊരു ചവറ് പടം കണ്ട് പോന്നു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ഫീലിംഗ് എന്തായിരിക്കും? അതേമാതിരി തന്നെയല്ല എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ബൈ കൈതപ്പുള്ളി ചാനൽ നല്ല പടത്തിൻ്റെ റിവ്യൂമായി ഇനിയും വരുന്നതായിരിക്കും. ഈ പടം തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നൊരു പടമാണ്. കുട്ടികളെയും കുടുംബത്തിനെയും കൊണ്ടുപോയി കാണുക. ഓക്കെ, ബൈ. ഇനിയും വരുന്നതുവരെ നന്ദി, നമസ്കാരം.